ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിക്കൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടാനായിട്ട് ഉപ്പും വിനീഗറും ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി 4 സവാള വളരെ കനം കുറച്ച് അരിഞ്ഞു വച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരാനാണ് പഞ്ചസാര ചേർക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടായിരിക്കുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള പൊരിച്ചത് ഏകദേശം ഗോൾഡൻ കളറിലേക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ആവട്ടെ, അതിനുശേഷം നമുക്ക് ഇത് കോരി മാറ്റാം. ബാക്കിയുള്ള സവാള കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സവാളയെല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി തുടങ്ങാം. ഈ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചെറിയ പീസാക്കാതെ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പിസ്ത, അത് മുഴുവനും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു പകുതി ഭാഗം മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഫ്രഷായി ചതച്ചെടുത്ത കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, നന്നായി പഴുത്ത മീഡിയം സൈസ് തക്കാളിയുടെ പകുതി, കറിവേപ്പില, അല്പം വെളിച്ചെണ്ണ. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായി ചൂടായിരിക്കുന്ന പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കീറിയത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി തീ ഓഫാക്കിയതിന് ശേഷം അല്പം കാശ്മീരി മുളക് പൊടി വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇത് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കളർ മാറാൻ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇവിടെ മുളക് പൊടി നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്നെല്ലാം നന്നായിട്ട് വെള്ളം ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിരുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ച് തന്നെ ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിൻ്റെ ഗ്രേവിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സവാള പൊരിച്ചത് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം അല്പം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അവസാനമായിട്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, നാൻ, റൊട്ടി ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ.